ആർക്ക് വേണ്ടിക്കിനും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിംഗ് ഉണ്ടാക്കാം ഇന്ന്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന, വിരുന്നുകാരെ ഞെട്ടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല ടേസ്റ്റിയായ പുഡിംഗ് ഉണ്ടാക്കാം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന, വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഈ ഡെസേർട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനു വേണ്ടി 2 ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ നിറച്ചും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ ജെലാറ്റിൻ കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ജെലാറ്റിനും പഞ്ചസാരയും മിക്സ് ആയതിനു ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് ഇത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുക. സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം ഇത് നന്നായി ഇളക്കി കൊടുക്കണം. ഇതേപോലെ ഇത് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ നല്ല ചൂട് മാറി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് മധുരത്തിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടി ഇട്ട് കൊടുക്കുക. 1.5 ടീസ്പൂൺ ജെലാറ്റിൻ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതും കൂടി തിളപ്പിച്ചെടുക്കണം. പഞ്ചസാരയും ജെലാറ്റിനും നന്നായി മിക്സായി വരണം. ഇതെല്ലാം കൂടി നന്നായി മിക്സായി തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. ഇത് ഫ്രിഡ്ജിൽ വെക്കണ്ട, പുറത്ത് വെച്ച് നല്ല ചൂട് മാറിയാൽ മതി. ഇനി ഫ്രിഡ്ജിൽ വെച്ച കോഫി മിക്സ് ഇല്ലേ, അതെടുക്കുക. ഇത് 2.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിലാണ്, ഫ്രീസറിലല്ല. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇത് കണ്ട, കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. ഇനി ഇത് പുഡിങ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം ഇടണ്ട, പകുതി ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച പാലിൻ്റെ മിക്സില്ലേ, അത് മുഴുവനായി ഒഴിച്ചു കൊടുക്കുക. ഇനി ബാക്കിയുള്ള കോഫി ജെല്ലി കൂടെ ഇതിൻ്റെ മേലൂടെ ഇട്ട് കൊടുക്കുക. ഈ കോഫി ജെല്ലി മാത്രം കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് ഫ്രിഡ്ജിൽ 4 മണിക്കൂർ തണുക്കാൻ വേണ്ടി വെക്കണം. അപ്പോഴേ ഇത് സെറ്റായി വരുള്ളൂ. ഇതിപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. കത്തി കൊണ്ട് സൈഡിൽ നിന്ന് വിടുവിച്ച് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് കണ്ടോ, കാണാൻ നല്ല ഭംഗിയില്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ഇത് ഉണ്ടാക്കാൻ എളുപ്പമല്ലേ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കോഫി പുഡിങ് അല്ലെങ്കിൽ കോഫി ഫ്ലോട്ടിംഗ് ജെല്ലി റെഡിയായി. ഇതുവരെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയണേ. ഇതുപോലെ ഉണ്ടാക്കി കുട്ടികൾക്ക് സർപ്രൈസ് കൊടുക്കാൻ നല്ലതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.